ലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത് അനസ്യൂതമാണ്. അതിന് പല വഴികൾ തേടാറുണ്ട് മാഫിയകൾ. എക്സൈസിനെയും പോലീസിനെയും വെട്ടിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ലഹരിക്കടത്ത് വ്യാപകം. അത്തരത്തിൽ ഒരു പ്രധാന രാജ്യമായി തായ്ലൻഡും മാറുകയാണ്. ടൂർ പാക്കേജുകളുടെ മറവിൽ തായ്ലൻഡിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്നതായാണ് വെളിപ്പെടുത്തൽ. ടൂർ ഏജൻസികളും ലഹരി മാഫിയയും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നും വാർത്തകൾ പുറത്തുവരുന്നു. തായ്ലൻഡ് ടൂറിനായി എത്തുന്ന സഞ്ചാരികളുടെ ബാഗിനുള്ളിൽ അവരറിയാതെ ലഹരി വസ്തുക്കൾ ഒളിപ്പിച്ച് കടത്താറുണ്ട്. ആ ഹോട്ടലിൽ വേറെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളവിടെ ഈ റൂമിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് 5 ദിവസമായിരുന്നു അവിടുത്തെ റൂം ഉണ്ടായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോൾ ഇവർ വന്നായിരുന്നു. രണ്ട് മലയാളികൾ സ്കൂട്ടറിൽ വന്നായിരുന്നു. ടൂർ പാക്കേജ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് കൊടുത്തു വിടുന്നുണ്ട്. ടൂർ പാക്കേജിന്റെ മറവിലും ലഹരി കടത്തുണ്ട്. നിങ്ങളെ ഈ വിസ തട്ടിപ്പ് നമുക്ക് വിസ ആയിരുന്നു. വിസ തട്ടിപ്പ്, അതായത് ജോലിയുടെ ഇതിൽ ഫ്രീ വിസ എന്നുള്ള 1 രൂപ പോലും ഞങ്ങൾ മുടക്കണ്ട എന്നൊക്കെ പറയും. എനിക്ക് എല്ലായിടത്തും പറയാനുള്ളത്, അങ്ങനെ ആരെങ്കിലും പറഞ്ഞ് കൊണ്ടുപോകണം, ഒന്ന് സൂക്ഷിച്ചു പോകണം. പഠിക്കാനാണെന്ന് പറഞ്ഞിരുന്ന വിടണായിരുന്നാലും ഒന്ന് നോക്കിക്കോളണം. തായ്ലൻഡിൽ നിയമവിധേയമായ ലഹരി വസ്തുക്കൾ കേരളത്തിൽ വിതരണം ചെയ്യാൻ വൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയതിന് പിടിക്കപ്പെട്ട യുവാവിൻ്റെതാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. തൊഴിൽ തട്ടിപ്പിന് വിധേയമായി തായ്ലൻഡിൽ കുടുങ്ങിയ തന്റെ ബാഗിനുള്ളിൽ ചോക്ലേറ്റിന്റെ മറവിൽ കഞ്ചാവ് ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് യുവാവ് പറയുന്നു. നെടുമ്പാശ്ശേരിയിൽ പിടിയിലായ യുവാവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ആരാണ് ഈ ബാഗില് ഈ കഞ്ചാവ് നിങ്ങൾക്ക് തന്നുവിട്ടത്? ഇത് അവിടെ തായ്ലാൻഡിൽ ഇപ്പോൾ ഒരുപാട് മലയാളികളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവിടെ നിന്നുള്ളവർ അവിടെ പോയി നിന്നിട്ട്, കാരണം തായ്ലാൻഡിൽ ഇപ്പോൾ വിസ വേണ്ട. അല്ല, ഇതൊരു വലിയ നെറ്റ്വർക്ക് സ്വാഭാവികമായി ഉണ്ടായിരിക്കും. ഈ കൊച്ചിയിൽ നിന്നും നിങ്ങളെ കൊണ്ടുപോയ ഏജൻസി, ഈ ഏജൻസിക്ക് അങ്ങനെയാണെങ്കിൽ ഈ ലഹരി കേസിൽ ബന്ധമുണ്ടോ? ബന്ധമില്ലാതെ അവർ കൊണ്ടുപോകില്ലല്ലോ ഞങ്ങളെ. നിങ്ങളെ കൊണ്ടുപോയത് ലഹരി കടത്താൻ വേണ്ടി ആയിരിക്കും. കാരണം എന്നെ മാത്രമല്ല, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നു നിൽക്കുന്നു, ഇതേപോലെ വരാതെ ഒരുപാട് വ്യക്തികളുണ്ട്. ഒരുപാട് പേരെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയാണ്. ഇതെല്ലാം ഈ തായ്ലാൻഡിൽ നിന്ന് എല്ലാം തായ്ലാൻഡാണ്. ഈ തായ്ലാൻഡിലാണോ ഈ ലഹരിയുടെ കാരണം തായ്ലാൻഡ് ലീഗലാണ്. തായ്ലാൻഡ് ലീഗലാണ്. അവിടെ വേറെ കുഴപ്പമില്ല. കഞ്ചാവിന് വിലയും കുറവാണ്. കഞ്ചാവിന് വിലയും കുറവാണ്. അത് നമ്മളിവിടുത്തെ കൊച്ചിയിലെ 24 ഓരോ ഷോപ്പുണ്ടല്ലോ, ചായക്കട പോലെ, അതുപോലെ അവിടെ ഷോപ്പുണ്ട്. ഒരു വലിയ ഒരു ലഹരി മാഫിയ തന്നെ ആയിരിക്കാം ഇതിന് പിന്നിൽ, ഉറപ്പായിട്ടും. ഇത് ഇവിടെ എത്തിച്ചിട്ട് ഇതിന്റെ ഇടപാട് വൈശാഖനോട് ഇത് ചോക്ലേറ്റ് കൊണ്ടുവന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അതിന് പ്രതിഫലം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിരുന്നോ? ഇല്ല, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ ഡ്രഗ്സ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയാൽ മതി എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് തിരിച്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് അല്ല, വീട്ടിലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, നിങ്ങൾ തിരിച്ചു പോലെ വെറുതെ പോകണ്ട, കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും, അങ്ങനെയാണ് ഞങ്ങൾക്ക് തന്നു വിട്ടത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോലി തേടിയെത്തുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടിയെത്തുന്ന യുവാക്കളെയാണ് ലഹരി മാഫിയ ലക്ഷ്യമിടുന്നത്. ഇത്തരത്തിൽ നിരവധി പേർ തായ്ലൻഡിലടക്കം കുടുങ്ങിക്കിടക്കുന്നു എന്നും വാർത്തകളുണ്ട്. അതുപോലെ ഈ ലഹരി കടത്തുന്ന രീതി മാറിയിട്ടുണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊറിയർ വഴി ലഹരി എത്തിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കാം? ഇതുപോലെ പിടിക്കപ്പെടുന്നതുകൊണ്ടാണോ? ഉറപ്പായിട്ടും. ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ തന്നെ എന്നെ പിടിച്ചതിന് ശേഷം ഒരുപാട് വ്യക്തികളെ പിടിച്ചു. കൊറിയർ വഴി അതോ ഈ 3 പേര് അല്ലാണ്ട് പിടിച്ചിട്ടുണ്ട്. 3 പേര് ഒരുമിച്ച് പിടിച്ച് നമ്മുടെ മലപ്പുറത്തെ കോഴിക്കോട് എന്തുള്ള പിള്ളേരായിരുന്നു. അവരും ചെറുപ്പക്കാരാണ്. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എനിക്ക് 24 വയസ്സേ ഉള്ളൂ. എന്നെ പോലെ തന്നെ 24, 26 അങ്ങനത്തെ ഏജിലുള്ള. ഈ കടത്തുന്നവരെ, ലഹരി എത്തിക്കുന്നവരെ മാത്രമാണ് പോലീസും എക്സൈസും പിടികൂടുന്നത്. അതിൻ്റെ പ്രധാനികളിലേക്ക്, പ്രധാന കണ്ണികളിലേക്ക്, ഈ ലഹരി മാഫിയയിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറുമില്ല. അവരിലേക്കാണ് പോലീസിൻ്റെയും നമ്മുടെ ഭരണകൂടത്തിൻ്റെയും അന്വേഷണം എത്തേണ്ടത്. ടോം കുര്യാക്കോസ് വിവരങ്ങളുമായി ചേരുകയാണ്. ടോം, കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം ഇത്തരത്തിൽ ഫ്രീ വിസ എന്ന് പറഞ്ഞ് തായ്ലൻഡിലേക്ക് കൊണ്ടുപോകുന്നു. അവർക്ക് ജോലി കിട്ടാത്ത പശ്ചാത്തലമൊക്കെ ഇവർ തന്നെ ഒരുക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ പല പ്രലോഭനങ്ങൾ നടത്തുന്നു. തായ്ലൻഡിൽ നിയമവിധേയമായ ഈ പറഞ്ഞ മയക്കുമരുന്ന്, ഈ രാസലഹരി അടക്കമുള്ള MDMA അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കടത്താനുള്ള ക്യാരിയേഴ്സായി ഇവരെ ഉപയോഗിക്കുന്നു. ഇത് പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ്
ഇത് ഇവർ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ പുറത്തു വരുന്നത്. അല്ലാതെ തന്നെ ഒരുപക്ഷെ നിരവധി ചെറുപ്പക്കാർ ഇതിന് ഇരകളായി ഇപ്പോഴും ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ടാകാം. അങ്ങനെയല്ലേ മനസ്സിലാകുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ സമീപ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും 2025 പിറന്ന ശേഷം കേരളത്തിൽ അരങ്ങേറിയ പല അക്രമ സംഭവങ്ങളും കൊലപാതക കേസുകളും പരിശോധിച്ചാൽ അതിന് പിന്നിൽ ലഹരിയാണ് എന്ന കാര്യത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ അന്വേഷണത്തിൽ വ്യക്തമായതാണ്. കാരണം അത്ര അധികം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ലഹരിക്ക് അടിമകളായി മാറുന്നു. കേരളത്തിലേക്ക് വലിയ രീതിയിൽ ലഹരി എത്തുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ തോതിൽ ഹൈബ്രിഡ് കഞ്ചാവ്, രാസലഹരി ഉൾപ്പെടെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ലഹരിക്കെതിരായ നമ്മുടെ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് ലഹരി കേസിൽ 4.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി വൈശാഖിനെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. 2024, അതായത് കഴിഞ്ഞ ഒക്ടോബറിലാണ് വൈശാഖ് തായ്ലാന്റിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് 4.5 കിലോ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്നത്. അവിടെ വെച്ച് കസ്റ്റംസിന്റെ പിടിയിലാകുന്നു. 45 ദിവസത്തോളം തിരുവനന്തപുരം സ്വദേശി വൈശാഖ് ആലുവ സബ് ജയിലിലായിരുന്നു. ഈ ജയിലിൽ നിന്നും ജാമ്യം കിട്ടി, ഈ കേസിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷമാണ് നമ്മോട്, അതായത് ന്യൂസ് 18നോട് വൈശാഖ് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു, തുറന്നു പറയുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും വലിയ രീതിയിൽ കേരളത്തിലേക്ക് ലഹരി എത്തിക്കുന്നുണ്ട്. അത് പ്രധാനമായും ഹൈബ്രിഡ് കഞ്ചാവും രാസലഹരിയുമാണ് എത്തിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് തായ്ലാന്റ്. കാരണം തായ്ലാന്റിലെ ലഹരി, കഞ്ചാവ് ഉൾപ്പെടെ നിയമവിധേയമായി തന്നെ അവിടെ സുലഭമായി തന്നെ ലഭ്യമാകുന്നുണ്ട്. വൈശാഖ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വൈശാഖ് ഉൾപ്പെടെ നിരവധി ചെറുപ്പക്കാരാണ് ഈ സമീപ മാസങ്ങളിലൊക്കെയായി കേരളത്തിലേക്ക് തായ്ലാന്റിൽ നിന്നും ലഹരി എത്തിച്ചത്. അതിനിടെ വൈശാഖ് ഈ സംഘത്തിന്റെ, അതായത് കസ്റ്റംസിന്റെ പിടിയിലാകുന്നു. ജോലി തേടിയാണ് വൈശാഖ് തായ്ലാന്റിലേക്ക് പോകുന്നത്. തായ്ലാന്റിലേക്ക് ഫ്രീ വിസയാണ്. അങ്ങനെ ഒരു ഡ്രൈവിംഗ് തൊഴിൽ തേടി വൈശാഖ് തായ്ലാന്റിലെത്തുന്നു. തായ്ലാന്റ് 10 ദിവസത്തോളം കുടുങ്ങുന്നു. അവിടെ ഒന്നും തൊഴിൽ ലഭിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നതോടെ വൈശാഖ് ഈ ഏജൻസിയുമായി പ്രശ്നമുണ്ടാക്കുന്നു. അങ്ങനെയാണ് അവർ പറയുന്നത് വൈശാഖ് തിരികെ നാട്ടിലേക്ക് പോകാം. തിരികെ നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും ഇത്രയും അധികം സാമ്പത്തിക നഷ്ടം ഉണ്ടായതല്ലേ, ഇത്രയും ദിവസം ഇവിടെ തങ്ങിയതല്ലേ, വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഓട്സും ചോക്ലേറ്റും ഒക്കെ ഞങ്ങൾ തന്നുവിടാം എന്ന് പറഞ്ഞ് ഒരു ബാഗിൽ ഈ ചോക്ലേറ്റ് ഒക്കെ ആയി വൈശാഖിന് കൈമാറുന്നു. പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പരിശോധനയിൽ കുടുങ്ങിയപ്പോഴാണ് വൈശാഖ് തിരിച്ചറിയുന്നത് അതിൽ കഞ്ചാവ് ഉണ്ടെന്ന്. വൈശാഖിനൊപ്പം ഉണ്ടായിരുന്ന മറ്റു പല ആളുകളും ഇതുപോലെ ലഹരി കടത്തി, അതായത് ഈ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലാന്റിൽ നിന്ന് കടത്തിയിരുന്നു. പക്ഷെ അവരൊന്നും പിടിക്കപ്പെട്ടില്ല. വൈശാഖ് പിടിയിലാകുന്നു. ഈ ജയിലിൽ കടന്ന സമയങ്ങളിലാണ് വൈശാഖ് ഈ കഞ്ചാവ് കടത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ആലുവ സബ് ജയിലിൽ തന്നെ ഈ ലഹരി കടത്തിയ, വിദേശത്ത് നിന്നടക്കം ലഹരി കടത്തിയവര്, ബാംഗ്ലൂരിൽ നിന്ന് ലഹരി കടത്തിയ നിരവധി വിദ്യാർത്ഥികളടക്കം പരിചയപ്പെടാൻ കഴിഞ്ഞു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു അപകടത്തെക്കുറിച്ച്, ഈ വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന സംഘത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനു പിന്നിൽ രാജ്യാന്തര ലഹരി മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് വൈശാഖ് തുറന്നു പറയുന്നത്. മാത്രമല്ല, ഈ കൊച്ചിയിൽ നിന്നും വൈശാഖിനെ തായ്ലാന്റിൽ എത്തിച്ചത് ഒരു ടൂർ ഏജൻസിയാണ്. ആ ടൂർ ഏജൻസിക്കും ഈ ലഹരി കടത്തിന് പങ്കുണ്ട്, ഈ ലഹരി മാഫിയുമായി ബന്ധമുണ്ട് എന്ന് വൈശാഖിന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷെ വൈശാഖിനോട് കസ്റ്റംസ് വിവരങ്ങൾ ചോദിച്ചപ്പോൾ വൈശാഖ് ഇതുമായി ബന്ധപ്പെട്ട തന്നെ വിദേശത്തേക്ക് എത്തിച്ച ഏജൻസിയെക്കുറിച്ചും അതോടൊപ്പം മറ്റ് ലഹരി മാഫിയെക്കുറിച്ചും ഈ ലഹരി കടത്തിനെ കുറിച്ചുമെല്ലാം കസ്റ്റംസിനോട് വിവരങ്ങൾ പറഞ്ഞുവെങ്കിൽ പോലും ഈ കേസിൽ 4.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിയ കേസിൽ വൈശാഖ് മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. മറ്റുള്ളവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. ഇത് തന്നെയാണ് കേരളത്തിൽ പിടിക്കപ്പെടുന്ന പല കഞ്ചാവ് കേസുകളിലും ഈ കാരിയർമാരെ മാത്രമാണ് കസ്റ്റംസോ അതല്ലെങ്കിൽ പോലീസോ എക്സൈസോ പിടികൂടുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ആളുകളിലേക്ക്, ഇതിലെ ഉറവിടത്തിലേക്ക് പലപ്പോഴും അന്വേഷണം എത്താറില്ല. അതുകൊണ്ട് തന്നെയാണ് ലഹരി മാഫിയ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തഴച്ചു വളരാനുള്ള കാരണം. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ഈ ടൂർ ഏജൻസികളുടെ ഒരു പങ്കാളിത്തമാണ്. നമുക്കറിയാം, ചെറുപ്പക്കാരായ നിരവധി ആളുകൾ തൊഴിൽ തേടി അന്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. ഈ ചെറുപ്പക്കാരൻ പറയുന്നതനുസരിച്ച് ഇവർക്ക് ഫ്രീ വിസയൊക്കെ വാഗ്ദാനം ചെയ്ത് അവിടെ പോയി ഇത്തരം സംഗതികൾ കൊടുക്കുകയാണ്. പലപ്പോഴും അവിടെ ചെന്ന് പെടുമ്പോഴാണ് തങ്ങൾ പെട്ടത് വലിയൊരു കുരുക്കിലാണ് എന്ന് മനസ്സിലാകുകയും മറ്റും ചെയ്യുന്നത്. അതായത് ഈ കഞ്ചാവ് വിൽപ്പനക്കാരും അല്ലെങ്കിൽ MDMA മയക്കുമരുന്ന് വിൽപ്പനക്കാരും കച്ചവടക്കാരും ടൂർ ഏജൻസികളുമായുള്ള ഒരു നെക്സസ്, അത് വലിയൊരു സംഭവമാണ്. അത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതും ഗൗരവമായി എടുക്കേണ്ടതുമാണ്.
തീർച്ചയായും, കാരണം പല വിദേശ രാജ്യങ്ങളിലും കഞ്ചാവും ലഹരിയുമൊക്കെ നിയമവിധേയമായി തന്നെ വിൽപ്പന നടത്തുന്നുണ്ട്. നേരത്തെ വൈശാഖ് സൂചിപ്പിച്ചതുപോലെ തായ്ലാന്റിൽ എങ്ങനെയാണ് കഞ്ചാവ് കച്ചവടമെന്ന് വൈശാഖ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുപോലെ പല രാജ്യങ്ങളിലും കഞ്ചാവ് വിൽപ്പന അത് നിയമവിധേയമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവിടെ നിന്ന് കേരളത്തിലേക്ക്, അതായത് മറ്റു രാജ്യങ്ങളിലേക്ക് കഞ്ചാവ് കടത്തുന്നതിൽ മറ്റ് നിയമപരമായ തടസ്സമില്ല. പക്ഷെ ഇവിടെ എത്തുമ്പോൾ, കേരളത്തിൽ എത്തുമ്പോഴാണ് പിടിക്കപ്പെടുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഇവിടെ മറ്റു വിമാനത്താവളം, കേരളത്തിന് പുറത്തുള്ള മറ്റു വിമാനത്താവളങ്ങളിൽ പരിശോധന ഉണ്ടാകാറില്ല. നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് പോലെ തന്നെ കസ്റ്റംസിന്റെയും ഈ ദേശീയ അന്വേഷണ ഏജൻസികളുടെയും ഒക്കെ സഹായത്തോടു കൂടി, ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഈ ലഹരിക്കടത്തും വളരെ സുഗമമായി തന്നെ വിമാനത്താവളങ്ങൾ വഴി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ സമീപ ദിവസങ്ങളിൽ ഈ പരിശോധന കൂടുതൽ ശക്തമാക്കുകയും കസ്റ്റംസ് ഈ ലഹരി കൊണ്ടുവരുന്ന യുവാക്കളെ പിടികൂടുകയും ചെയ്തതോടെയാണ് പുതിയ മാർഗങ്ങളിലേക്ക് ഈ ലഹരി മാഫിയ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ റിപ്പോർട്ട് ചെയ്ത 2 കേസുകളുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും, ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും കൊറിയർ വഴി കേരളത്തിലേക്ക് MDMA എത്തിച്ച കേസിൽ 2 യുവാക്കൾ പിടിയിലായിരുന്നു. അതായത് ഈ ഡാർക്ക് നെറ്റ് വഴിയാണ് ഇവർ കഞ്ചാവ് ഓർഡർ ചെയ്യുന്നത്. പിന്നീട് ഇവിടെ എത്തുമ്പോൾ, പാഴ്സലായി എത്തുമ്പോൾ ചില സംഭവങ്ങളിൽ പിടിക്കപ്പെടാറുണ്ട്. പക്ഷെ മറ്റ് പല സാഹചര്യങ്ങളിലും പിടിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വളരെ ചെറിയ വിലയ്ക്ക് വിദേശത്തു നിന്നും എത്തിക്കുന്ന ലഹരി, MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ ഇവിടെ വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തുന്നത്. അത് വാങ്ങാനായി നിരവധി സംഘങ്ങളുമുണ്ട്. നമ്മൾ ഇന്നലെ നമ്മൾ ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് എങ്ങനെയാണ് ലഹരി ഇടപാടുകൾ നടക്കുന്നതെന്ന്. രാത്രിയുടെ മറവിൽ, ഇരുട്ടിന്റെ മറവിൽ കൊച്ചിയിലെ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ടൂറിസം കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുമെല്ലാം ലഹരി മാഫിയയുടെ കൃത്യമായ ഇടപെടലുണ്ട്, പ്രവർത്തനമുണ്ട്, ലഹരി വിൽപ്പന നടക്കുന്നുണ്ട്. അതിന്റെ എങ്ങനെയാണ് ഇത് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്ന കാര്യമാണ് വൈശാഖ് വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല വൈശാഖ് ഒരു കാര്യം കൂടി തുറന്നു പറയുന്നുണ്ട്. നിരവധി, അതായത് 200ഓളം യുവാക്കൾ ആലുവ സബ് ജയിലിൽ ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ പേരും ലഹരി കേസിൽ പിടിക്കപ്പെട്ടവരാണ്. ഇതര സംസ്ഥാനക്കാരാണ് കൂടുതലും. അവരുടെ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ലഹരി കടത്തിയ കേസിൽ പിടിയിലാകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി വിദ്യാർത്ഥികളും ഈ ആലുവ സബ് ജയിലിൽ ലഹരിയുമായി പിടിയിലായവരിൽ ജയിലിൽ കിടക്കുന്നവരുണ്ട്. അത് ബാംഗ്ലൂരിൽ നിന്നും ബസ് മാർഗം കേരളത്തിലേക്ക് ലഹരി എത്തിച്ച് അങ്ങനെ പിടിക്കപ്പെട്ടവരാണ്. ലഹരി മാർഗം, ട്രെയിൻ മാർഗം, വിമാനമാർഗം, ഏറ്റവും പുതിയ രീതിയാണ് ഇപ്പോൾ കൊറിയർ വഴിയും ലഹരിക്കടത്ത് നടക്കുന്നു എന്നുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ലഹരി മാഫിയ യുവാക്കളെ ലക്ഷ്യം വെക്കുന്നു. തായ്ലൻഡ് കേരളത്തിലേക്ക് ലഹരി കടത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുന്നു. തൊഴിൽ തേടിയെത്തുന്ന യുവാക്കളെയാണ് പലപ്പോഴും ഇരകളാക്കപ്പെടുന്നത്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലും മറ്റുമുണ്ട് എന്നുള്ള വിവരം കൂടി ടോം കുര്യാക്കോസ് പങ്കുവെക്കുന്നത്. ടോം, ഇങ്ങനെ നമുക്കറിയാം, ഈ തായ്ലൻഡ് പോലെയുള്ള സ്ഥലം ടൂറിസം കേന്ദ്രമാണ്. നമ്മുടെ ചില വ്ളോഗുകളിൽ കണ്ടതാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിച്ചേർന്ന, മലയാളികൾ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടപ്പെടുകയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മലയാളികൾ പോവുകയും മറ്റും ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് തായ്ലൻഡ്. അവിടെ ഈ MDMA അല്ലെങ്കിൽ ലഹരി വസ്തു, കഞ്ചാവ് എന്നുള്ളത് നിരോധിക്കപ്പെട്ടൊന്നല്ല. പെട്ടിക്കട പോലെ ഇത്തരം സംഗതികൾ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സാധനം കിട്ടുക എളുപ്പമാണ്, പക്ഷേ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രയാസം. അതിനാണ് ഈ ചെറുപ്പക്കാരെയും മറ്റും ഉപയോഗിക്കുന്നത്. ഇയാൾ പറയുന്നതനുസരിച്ച് ഇങ്ങനെ നിരവധി ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവാക്കൾ തൊഴിൽ തേടി എത്തുന്നവരൊക്കെ ഇവരുടെ വലയിൽപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളതാണോ? ഇപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ടൂർ വിസയുടെ മറവിലാണ് വലിയ രീതിയിൽ തായ്ലാന്റിൽ നിന്നും ലഹരി കടത്ത് നടക്കുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ കൂടുതലായും വിനോദയാത്രയ്ക്കായി പോകാൻ താല്പര്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്ന് തായ്ലാന്റാണ്. കാരണം തായ്ലാന്റിലേക്ക് ഫ്രീ വിസയാണ്, മറ്റ് നിയമപരമായ തടസ്സങ്ങളില്ല. അതുകൊണ്ട് വളരെ പോയി വരാം. ചുരുങ്ങിയ സാമ്പത്തിക ചെലവ് മാത്രമേ ഉള്ളൂ. അവിടെ നിന്നും തിരികെ വരുമ്പോൾ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാം എന്നുള്ളത് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ ടൂർ വിസയ്ക്കായി പോകുന്ന, വിദേശ വിനോദസഞ്ചാരത്തിനായി പോകുന്ന ചെറുപ്പക്കാരെ, അതോടൊപ്പം കുടുംബാംഗങ്ങൾ, ഈ നവദമ്പതികളൊക്കെ വിദേശ അവരുടെ ഹണിമൂൺ ട്രിപ്പിനൊക്കെയായി പലപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഈ തായ്ലാന്റ് പോലുള്ള രാജ്യങ്ങളാണ്. അവരുടെ കൈവശവും ഈ ഹൈബ്രിഡ്
കഞ്ചാവ് കൊടുത്തുവിടുന്നുണ്ട്. പലപ്പോഴും ചില കേസുകൾ ഒറ്റപ്പെട്ട കേസുകൾ മാത്രമാണ് പിടിക്കപ്പെടുക. കാരണം അത് കസ്റ്റംസിന് മേൽ ഏതെങ്കിലും രീതിയിലുള്ള ഒറ്റ വീഴുകയോ അതായത് ആരെങ്കിലും രഹസ്യമായി പറഞ്ഞു കൊടുക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം കേസുകളിൽ യുവാക്കൾ പിടിക്കപ്പെടാറുള്ളത്. വൈശാഖ് തന്നെ തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. ജയിലിൽ വെച്ച് നിരവധി ക്രിമിനൽ സംഘങ്ങളുമായും ലഹരി സംഘങ്ങളുമായും പരിചയപ്പെടാൻ കഴിഞ്ഞു. വൈശാഖ് ജയിലിൽ നിന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷവും പലരും വൈശാഖിനെ സമീപിക്കുന്നുണ്ട്. ലഹരി കടത്തിനു വേണ്ടിയും മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സമീപിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം തിരിച്ചറിഞ്ഞത് കൊണ്ട് തന്നെ തനിക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്. ഈ ജയിലിൽ പോയപ്പോൾ അതായത് ലഹരി കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായതോടെ തനിക്കുമേലും കുടുംബത്തിനുമേലും വലിയ നാണക്കേടുണ്ടായി. പക്ഷെ തന്റെ കുടുംബാംഗങ്ങൾക്ക് ഇതേക്കുറിച്ച് താൻ ലഹരി കടത്തില്ല, ബോധപൂർവ്വം ലഹരി കടത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഇതിന്റെ കേസും മറ്റ് നടപടികളുമായി ഇനി താൻ വർഷങ്ങളോളം ഇതിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു അപകടം ഇതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ഒരിക്കൽ താൻ പിടിയിലായല്ലോ, 45 ദിവസം മാത്രമാണല്ലോ ജയിലിൽ കിടക്കുക, പിന്നെ സുഗമമായി തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയും. ഈ നിയമത്തിന്റെ ആനുകൂല്യം വെച്ച് പലരും വീണ്ടും ലഹരി കടത്താൻ മുതിരുന്നു. അങ്ങനെ നിരവധി സംഘങ്ങൾ ഇപ്പോഴും വൈശാഖിന് പിന്നാലെയുണ്ട്. വൈശാഖിന് മേൽ ഭീഷണിയുണ്ട്. കാരണം ഈ ലഹരി കടത്തിന് പിന്നിലുണ്ടായിരുന്ന ഈ റാക്കറ്റുകൾ അവരിപ്പോഴും വൈശാഖിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈശാഖ് ഇപ്പോൾ ന്യൂസ് 18 ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഭാവിയിൽ ഒരു പക്ഷേ വൈശാഖിന്റെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകാമെന്ന് വൈശാഖ് തിരിച്ചറിയുന്നുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ സമൂഹം ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, ലഹരിക്കടത്ത് വളരെ സുഗമമായി നടക്കുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇത് പുറം ലോകം അറിയണം. എങ്ങനെയാണ് ലഹരിക്കടത്ത് നടക്കുന്നുള്ളത് അന്വേഷണ സംഘം മാത്രമല്ല, പുറം ലോകം അറിയണം. ഇതോടൊപ്പം വൈശാഖ് പുതിയ തലമുറയോട് നൽകുന്ന ചില മെസ്സേജുകൾ കൂടിയുണ്ട്. ഇതിന്റെ ഒരു അപകടം, ഇതിന്റെ നിയമ നടപടികൾ ഇതൊക്കെ നേരിടേണ്ടി വരും. മാത്രമല്ല പൊതുസമൂഹം ഒരു ലഹരിക്കടത്തുകാരനായിട്ടാണ് തന്റെ അയൽവാസികളടക്കം ബന്ധുക്കളടക്കം വൈശാഖിനെ കണ്ടത്. പക്ഷേ ഈ യാഥാർത്ഥ്യം മറ്റുള്ളവരും തിരിച്ചറിയണം. നിരവധി യുവാക്കൾ ഇതുപോലെ തന്നെ ഈ ലഹരി മാഫിയയുടെ കെണിയിൽപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് ജയിലിലായിട്ടുണ്ട് എന്നും വൈശാഖ് തുറന്നു പറയുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തായ്ലൻഡ് കേന്ദ്രീകരിച്ച് തായ്ലൻഡിൽ നിന്ന് മയക്കുമരുന്നുമായി MDMA-യുമായി നിരവധി ചെറുപ്പക്കാർ എത്തുന്നു എന്നുള്ളതാണ്. പലരും ഇത്തരത്തിൽ കുടുങ്ങുന്നു, ചിലരൊക്കെ പിടിക്കപ്പെടുന്നു, ചിലരൊക്കെ ഇപ്പോഴും ഈ പ്രവർത്തനങ്ങളിൽ അനസ്യൂതം ഏർപ്പെടുന്ന പശ്ചാത്തലം.